ഹായ്. ഭയം മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വികാരമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. നമുക്കത് അറിയില്ലായിരിക്കും. ചിലർ പറയും ലൈക്ക് എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ എനിക്കത് പേടിയാണ്. എനിക്ക് വേദന സഹിക്കാൻ പേടിയാണ്, പക്ഷേ എനിക്ക് സുഖമായിട്ടുള്ള മരണമാണെങ്കിൽ ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷേ ബേസിക്കലി നമ്മുടെ പ്രൈം ഇനേറ്റ് ആയിട്ടുള്ള ഫിയർ എന്ന് പറയുന്നത് മരണഭയം തന്നെയാണ്. ഈ മരണഭയം പിന്നീട് പല പല ഭയങ്ങളായിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് തന്നിരിക്കുക. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് ഈ മനുഷ്യൻ ആദ്യം ഉണ്ടായ വികാരം ഭയമാണ്. ഈ മനുഷ്യൻ ആദ്യമായിട്ട് ഭയം എന്ന് പറയുന്ന വികാരം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന തോട്ടാണ് ആദ്യമായിട്ട് റൈസ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ, ഞാനെന്ന് പറഞ്ഞ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം വരുന്ന തോട്ട് അല്ലെങ്കിൽ ആദ്യം വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ഞാൻ എന്ന് പറയുന്ന ചിന്തയാണ്. ഈ ഞാനെന്ന് പറയുന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ചിന്ത ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിന് നിലനിൽക്കുക എന്നുള്ളതാണ്. ആസ് ലോങ് ആസ് യു ഹാവ് നിങ്ങളുടെ ഉള്ളിൽ ഞാനെന്ന് പറഞ്ഞ ഐഡൻറ്റിഫിക്കേഷൻ എത്ര കാലത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ഭയം ഉണ്ടായിരിക്കും. സെൽഫ് ഐഡൻറ്റിഫിക്കേഷനാണ് ഭയം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയമില്ലെങ്കിൽ ഈ ഞാനെന്ന് പറയുന്ന ഐഡൻറ്റിറ്റിക്ക് നിലനിൽപ്പില്ല. ഭയം കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അത് പ്ലഷറായിട്ടും മറ്റ് പല സെൻസേഷനായിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിരമായിട്ട് ആത്മവിചാരമൊക്കെ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഒരു റിയലൈസേഷൻ പീരീഡ് എത്തുമ്പോഴത്തേക്കും ശരിക്കും അവർ അവസാനം ഭയങ്കരമായ ഭയം അവർ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭയത്തിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലിസ്സാണ്, പ്യുവർ ബ്ലിസ്. ഞാനെപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ ഭയമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പൂർണ്ണമായ ഭയമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും ബോധോദയം കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ ആ ഒരു പ്യുവർ സ്റ്റേറ്റിലാണ്, ബുദ്ധൻ്റെയും രമണ മഹർഷിയുടെയൊക്കെ ലെവലിലാണെന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഫിയർലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നേവി സീൽസ് ആയിട്ടുള്ള ആൾക്കാർ, അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ വളരെ ബ്രേവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ചില ആൾക്കാർക്ക് ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പേടിയില്ല, ചില ആളുകൾക്ക് കടലിനെ നടുക്ക് നീന്താൻ പേടിയില്ല. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അവരെ പറ്റി നമ്മൾ പൊതുവെ പറയണോ അവർക്ക് ഭയമില്ല, അവർ വേറെ ലെവലിലാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ട്, പക്ഷെ അവരുടെ ഭയം ഇതായിരിക്കില്ല, വേറൊരു കാര്യത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1000 പേരെ കൊല്ലുന്ന ഒരു സൈക്കോപാത്തിന് പോലീസിനെയോ മൊറാലിറ്റിയോ ദൈവത്തിൻ്റെ ശിക്ഷയോ പേടിയില്ല. പക്ഷെ അതേ സൈക്കോപാത്തിന് പിടിക്കപ്പെടുന്ന പേടിയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എസ്കേപ്പ് ആവാൻ എപ്പോഴും വഴി നോക്കുന്നത്. ഇതുവരെ പിടിക്കപ്പെട്ട ഒരു സൈക്കോപാത്ത് പോലും, അല്ലെങ്കിൽ പിടിക്കപ്പെടാത്ത സൈക്കോപാത്ത് പോലും രക്ഷപ്പെടാനുള്ള വഴി നോക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അയാളുടെ പേടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും പേടി ഓരോ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനും ജീവിതത്തിൽ ഒരുപാട് ഭയത്തോടു കൂടി ജീവിച്ച ആളാണ്, ഇപ്പോഴും ഒരുപാട് ഭയങ്ങളുള്ള ആളുമാണ്. പക്ഷേ വി ക്യാൻ ലെറ്റ് ഗോ. നമുക്ക് ഭയത്തിലതൊക്കെ ഐഡൻറ്റിഫൈ ആവാതാക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റി ഭയമല്ലാതാക്കി മാറ്റാൻ സാധിക്കും. കാരണം ഭയമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റായി മാറും എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭയമാണ്. ഭയം കാരണം ഒരുപാട് വളരാൻ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നിട്ടും അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും ഒന്നും ആവാതെ പോയ മനുഷ്യരെ എനിക്കറിയാം. എനിക്ക് വളരെ സിവിയർ ആങ്സൈറ്റി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇന്ന് എല്ലാ ആങ്സൈറ്റിയും പൂർണ്ണമായി മാറിയ ആളൊന്നുമല്ല ഞാൻ. എന്നിരുന്നാലും ഭയം എന്നെ തോൽപ്പിക്കില്ല എന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അതിന് ഞാൻ പ്രധാനമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പേടിയുണ്ടെങ്കിൽ ഞാൻ ആദ്യം അതാണ് ചെയ്യുന്നത്. പേടിയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു ടാക്റ്റിക്ക്. ഇത് ഡേ ടു ഡേ ലൈഫിലെ ടാക്റ്റിക്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു സ്ഥലം വരെ പോകാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ദിവസം ആ സ്ഥലത്ത് പോയി അങ്ങ് എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആദ്യം അതിൻ്റെ പകുതി വരെ പോയിട്ട് തിരിച്ചു വരുന്നത്, പിന്നെ മുക്കാൽ വരെ പോയിട്ട് തിരിച്ചു വരിക, പിന്നെ ഒരു ദിവസം അതിൻ്റെ ഗേറ്റ് വരെ പോയിട്ട് തിരിച്ചു വരിക. അങ്ങനെ സ്ലോ പ്രോഗ്രസ്സിലൂടെ നിങ്ങളുടെ പേടി കുറഞ്ഞ് വരും. നോക്കൂ, ഭയത്തിൽ നിന്ന് ഒളിച്ചോടും തോറും, ഭയത്തിൽ നിന്ന് എസ്കേപ്പ് കണ്ടെത്തും തോറും ഒരിക്കലും ആ ഭയം മാറില്ല. ആ ഭയം കൂടിക്കൂടി വരികയുള്ളൂ കാലക്രമേണ. യു ഹാവ് ഓൺലി വൺ ചോയ്സ്. നിങ്ങൾക്ക് ഒരൊറ്റ ചോയ്സേ ഉള്ളൂ ഭയത്തിനെ ഇല്ലാതാക്കാൻ, അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രം. ഇഫ് യു ആർ നോട്ട് ഫേസിങ് യുവർ ഫിയേഴ്സ് ഇറ്റ് വിൽ നെവർ എൻഡ്. ഒരിക്കലും അവസാനിക്കില്ല, നീ എത്ര ജന്മം എടുത്താൽ പോലും. ഇതാണ് ഒരു പ്രാക്ടിക്കൽ കാര്യം. എനിക്ക് കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. അവെയർനെസ് എന്ന് പറയുന്നൊരു കാര്യം. ഈ അവെയർനെസ് എന്ന് പറയുന്നത് ഭയത്തിനെ ഫേസ് ചെയ്യലാണ്. അതായത് ബോധത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് കോൺഷ്യസ് ആക്ടിവിറ്റി എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി വരെ മാറും, നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവിക്കും എന്നുള്ളൊരു ശാസ്ത്രീയ സത്യമാണ്. അപ്പോൾ
നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ അവയർനെസ്സോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയം കുറയും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ എസ്കേപ്പുകളാണ് നമുക്ക് ഭയങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ചെറിയ ആക്ടിവിറ്റികൾ ഫേസ് ചെയ്യാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ പ്രത്യേകിച്ച് പണ്ടത്തെക്കാലം ഇന്നത്തെ തലമുറയെ വെച്ച് ഞാൻ പറയാം. അതായത് പണ്ടുള്ള ആളുകൾ ഒരു കുറച്ച് നേരം വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ബോറടിക്കും. അവർ ബോറടിച്ച് തന്നെ ഇരിക്കും. അവർക്ക് ചെയ്യാൻ വേറെ ആക്ടിവിറ്റി ഇല്ല. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് ബോറടിച്ചാൽ നിങ്ങൾ ഉടനെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ടി വി എടുക്കും, അല്ലെങ്കിൽ മാഗസിൻ എടുക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിസ്കംഫേർട്ട് പോലും ഫേസ് ചെയ്യാൻ അതിന് റെഡിയല്ല. അപ്പോഴേ നമ്മൾ എസ്കേപ്പിലോട്ട് പോവുകയാണ്. നമ്മളപ്പോഴേ ഒരു ചാടി എസ്കേപ്പ് ആവാനുള്ള വഴി കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഫോൺ അതിൻ്റെ ഒരു പ്രധാന റീസണാണ്. ഫോണാണ് മെയിൻ എസ്കേപ്പ് ഇന്ന് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, എന്തായാലും പറയാം. ഈ എസ്കേപ്പിലോട്ട് നിങ്ങൾ ചാടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു ടോളറൻസ് എബിലിറ്റി നിങ്ങൾ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മൾ മെൻ്റലി ഇപ്പം ഒന്നും ചെയ്യുക, ഫോൺ ഉപയോഗിക്കാത്ത ആൾ പോലും മെൻ്റലി വേറെ ഇമാജിനേഷനിലൂടെ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു എസ്കേപ്പ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് അവയർനെസ്സാണ് വേണ്ടത്, കോൺഷ്യസ് ആക്ടിവിറ്റിയാണ് വേണ്ടത്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ വേറെ എന്തെങ്കിലും ഇമാജിനേഷൻ ചെയ്ത് ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അയവിറക്കി നിങ്ങൾ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യുന്നില്ല. സോ കുറേ നേരം പ്രസൻറ്റ് മൂമെൻറ്റിൽ ഇങ്ങനെ അവെയറായിട്ട് നോക്കൂ. അത് ഒരു ദിവസം ഈ ഒരു നിമിഷം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുക, ചുറ്റുപാട് ശ്രദ്ധിക്കുക, കോൺഷ്യസ് ആയിരിക്കുക, അവെയർ ആയിരിക്കുക, ചുറ്റുപാട്ടത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കുക, എന്ത് ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് നോക്കുക, ഇത് എന്ത് ഫീലിങ്സാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക, അവെയറായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ ശരിക്കും റിയാലിറ്റി ഫേസ് ചെയ്യുകയാണ്. പയ്യെ നിങ്ങളുടെ ടോളറൻസ് പോകും. ഇത് സ്ഥിരമായി ചെയ്യുകയും എല്ലാ ആക്ടിവിറ്റിയും കോൺഷ്യസോടെ ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് പയ്യെ അയാളുടെ ഭയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പയ്യെ ഭയം തീരെ ഇല്ലാതായെന്നിരിക്കാം. അതിനാണ് നമ്മൾ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ബോധോദയം എന്ന് പറയുന്നത്. ഒരു ഭയവും ഇല്ലാത്ത ആൾ ശരിക്കും അതാണ്. സോ ബേസിക്കലി നമ്മുടെ അവയർനെസ് റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. സത്യം പറഞ്ഞാൽ ഇതിനെ ഫേസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഈസിയസ്റ്റ് വേ അവയർനെസ് റൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് അവെയറായിരിക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും അവെയറായിരിക്കാം. നിങ്ങൾക്ക് രാവിലെ പല്ല് തേക്കുമ്പോൾ മുതൽ ഉറക്കം വേണ്ടിയിട്ട് കട്ടിലിൽ നിന്ന് എണീച്ചിരിക്കുന്നത് തൊട്ട് തുടങ്ങി എല്ലാം കോൺഷ്യസ് ആയി ബോധത്തോടു കൂടി അവെയർനെസ്സോടു കൂടി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട്, നാളെ പറ്റി ആലോചിക്കാതെ, അല്ലെങ്കിൽ ഇന്നലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അവെയർനെസ് റൈസ് ചെയ്യും. നിങ്ങൾ എത്രത്തോളം അവെയറാവും, നിങ്ങൾ അവെയർനെസ് റൈസ് ചെയ്യും തോറും, നിങ്ങളുടെ കോൺഷ്യസ്നെസ് റൈസ് ചെയ്യും തോറും നിങ്ങൾക്ക് ഭയം ആദ്യമൊന്നും പൂർണ്ണമായി ഇല്ലാതാവില്ല. പക്ഷേ ഓരോ തവണ ഭയം വരുമ്പോഴും അത് നിങ്ങളെ ബാധിക്കാതായി തുടങ്ങും. നമുക്ക് ബോഡിക്കൊക്കെ ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ളതാണ്. ഒരുപാട് സിംറ്റംസും ഈ ബേസിക് ആയിട്ടുള്ള സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിങ്ക്റ്റുകൾ നമ്മുടെ ഉള്ളിലുണ്ട്, റിഫ്ലക്സുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പാമ്പെടുത്ത് ഫ്രണ്ടിലോട്ട് ചാടി നമ്മൾ ഞെട്ടി ബാക്കിലോട്ട് പോകും. പക്ഷെ അതൊരു മെൻ്റൽ ട്രാമയാക്കി മാറ്റേണ്ട കാര്യം നമുക്കില്ല. അവിടെയാണ് അവെയർനെസ്സിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. നമ്മൾ വെറുതെ അവെയറായിരുന്ന് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ വിചാരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ബി അവെയർ. അവെയർനെസ്സോടുകൂടി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അവെയറായിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു റൈസിങ് ഓഫ് അവെയർനെസ് ഉണ്ടാകും എന്നുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. ഇതിന് പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ല, നമ്മുടെ ബോഡിയിൽ ഈ സെൻസിറ്റിവിറ്റി റിഫ്ലക്ഷൻ എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് റിയാക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നിങ്ങൾ റിയാക്ട് ചെയ്യാതിരുന്ന് നോക്കൂ. അത് ഒരു ഭയങ്കര നിങ്ങളെ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്ന, ഡിപ്രഷൻ ആക്കുന്ന, ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് തന്നെ അത് ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ പിന്നീട് നിങ്ങൾക്കൊരു വലിയ മോശം സിറ്റുവേഷൻ വരുമ്പോഴും അവിടെയും പ്യുവർ കോൺഷ്യസ്നെസ്സായി, പ്യുവർ അവെയർനെസ്സായി വരുന്ന സിംറ്റംസിനും സെൻസേഷൻസിനും തോട്ട്സിനും റിയാക്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെയാണ് പ്യുവർ സമാധാനം ഉണ്ടാകുന്നത്. എപ്പോഴും ബ്ലിസ് ആയിട്ടിരിക്കുന്നതല്ല അവെയർനെസ് എന്ന് പറയുന്നത്. അവെയർനെസ് എന്ന് പറയുന്നത് ബ്ലിസ് തന്നെയാണ്. പക്ഷേ ആ അവെയർനെസ്സിൽ എല്ലാത്തരം വികാരങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് പോകും. ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന വികാരങ്ങളിൽ നിങ്ങൾ അവെയർ ആവുന്നില്ലെങ്കിൽ യു ആർ ദാറ്റ്. അത്രേ ഉള്ളൂ. താങ്ക് യു.